ഒരു കാലത്ത് വെബ്സൈറ്റിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന വൾനറബിലിറ്റിയാണ് SQL ഇഞ്ചക്ഷൻ. 2007 തൊട്ട് 2016 വരെ ഈ ടൈമിൽ SQL ഇഞ്ചക്ഷൻ ഒട്ടുമിക്ക എല്ലാ വെബ്സൈറ്റിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ SQL ഇഞ്ചക്ഷൻ വൾനറബിലിറ്റിനെ കുറിച്ച് നോക്കാം. ഒരു വെബ്സൈറ്റിൽ അറ്റാക്കേഴ്സ് മലീഷ്യസ് SQL കമാൻഡ് ഇൻപുട്ടായി കൊടുത്ത് ഡാറ്റാബേസിനെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയാൽ ഇത് SQL ഇഞ്ചക്ഷൻ വൾനറബിലിറ്റിയാണ്. കാരണം നോർമലി യൂസേഴ്സിന് ഡാറ്റാബേസിലെ ഇൻഫർമേഷൻ കാണാൻ പറ്റില്ല. പക്ഷെ എങ്ങാനും ഡാറ്റാബേസിലെ ഡാറ്റ കിട്ടിയാൽ അവിടെ വൾനറബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ആ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റിയത്. ഒരു വെബ്സൈറ്റിൽ SQL ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ അറ്റാക്കേഴ്സിന് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ച സെൻസിറ്റീവ് ആയ ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റും. ഒതന്റിക്കേഷൻ ബൈപ്പാസ് ചെയ്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അത് അഡ്മിൻ ആക്സസ് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഡാറ്റാബേസിലെ ഡാറ്റ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനൊക്കെ അറ്റാക്കേഴ്സിന് പറ്റും. ഇപ്പോഴത്തെ മോഡേൺ വെബ്സൈറ്റിൽ SQL ഇഞ്ചക്ഷൻ വൾനറബിലിറ്റി ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. റയർ ആയിട്ടായിരിക്കും SQL ഇഞ്ചക്ഷൻ വൾനറബിലിറ്റി ഉണ്ടാവുക. പ്രോപ്പർ കോഡിങ്ങിലൂടെ SQL ഇഞ്ചക്ഷൻ തടയാൻ പറ്റും. അതുപോലെ തന്നെ യൂസർ ഇൻപുട്ട് പ്രോപ്പറായി വാലിഡേറ്റ് ചെയ്ത ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഫ്രെയിം വർക്കും സോഫ്റ്റ്വെയർ എല്ലാം അപ്ഡേറ്റ് ചെയ്താലും പിന്നെ ഡാറ്റാബേസിൽ ലീസ്റ്റ് പ്രിവിലേജ് സെറ്റ് ചെയ്താലൊക്കെ SQL ഇഞ്ചക്ഷൻ വൾനറബിലിറ്റിനെ തടയാൻ പറ്റും. ഇനി ഇതിന്റെ വർക്കിംഗ് നോക്കാം, എങ്ങനെ SQL ഇഞ്ചക്ഷൻ വർക്ക് ആവുന്നു എന്ന് നോക്കാം. അൾട്ടോറോ മ്യൂച്വൽ ഈ വെബ്സൈറ്റിൽ SQL ഇഞ്ചക്ഷൻ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഇതിന്റെ ലോഗിൻ പേജിൽ വൾനറബിലിറ്റി ഉണ്ട്. ഇത് വൾനറബിലിറ്റി ഉള്ള ഒരു വെബ്സൈറ്റ് ആണ്. SQL ഇഞ്ചക്ഷൻ മാത്രമല്ല, വേറെയും കുറെ വൾനറബിലിറ്റി ഈ വെബ്സൈറ്റിലുണ്ട്. വെബ് സെക്യൂരിറ്റി പഠിക്കുന്നവർക്ക് ഈ വെബ്സൈറ്റ് യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെ വൾനറബിലിറ്റി വർക്ക് ആവുന്നു എന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഇതിൽ ഇവിടെ ലോഗിൻ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ ലോഗിൻ പേജിൽ ഡീഫോൾട്ട് ക്രെഡൻഷ്യൽസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക് അഡ്മിൻ എന്ന യൂസർ നെയിമും അഡ്മിൻ എന്നും പാസ്വേഡും കൊടുത്തു നോക്കാം. ഇതിന്റെ റിസൾട്ട് നോക്കിയാൽ യൂസർ നെയിം ഓർ പാസ്വേഡ് വാസ് നോട്ട് ഫൗണ്ട് ഇൻ അവർ സിസ്റ്റം എന്ന റിസൾട്ട് കാണും. ഇതൊരു ഫെയിൽഡ് ലോഗിൻ അറ്റംപ്റ്റ് ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്താൽ ഇതിന്റെ ബാക്ക് എൻഡിൽ ഡാറ്റാബേസുമായിട്ട് കണക്ട് ആവും. ഈ യൂസർ നെയിമും പാസ്വേഡും ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ലോഗിൻ സക്സസ്ഫുൾ ആവും, അല്ലെങ്കിൽ ഫെയിലും. ഇനി യൂസർ നെയിമിന് അവിടെ ഇങ്ങനെ കൊടുത്ത് നോക്കാം. യൂസർ നെയിമിൽ അഡ്മിൻ ഓർ 1=1 എന്ന് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു പാസ്വേഡും കൊടുക്കാം. എന്നിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ അഡ്മിൻ യൂസറായിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റി. ഇത് എങ്ങനെ കിട്ടി അത് നോക്കാം. ഇനി യൂസർ നെയിമും പാസ്വേഡും വെരിഫൈ ചെയ്യാൻ വേണ്ടി ഇതിൽ ക്വറി എഴുതുമല്ലോ, അത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് വേർ യൂസർ നെയിം ഈക്വൽ ടു യൂസർ ഇൻപുട്ട്. അവിടെ യൂസർ നെയിമിന്റെ വാല്യൂ വരും. ആൻഡ് പാസ്വേഡ് ഈക്വൽ ടു യൂസർ ഇൻപുട്ട്. ഇവിടെ പാസ്വേഡിന്റെ വാല്യൂവും വരും. അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്താൽ ഈ ക്വറി ഇങ്ങനെയാവും. ഫോർ എക്സാമ്പിൾ യൂസർ നെയിം അഡ്മിൻ എന്നും പാസ്വേഡ് എന്നും കൊടുത്താൽ ക്വറി ഇങ്ങനെയാവും. സെലക്ട് സ്റ്റാർ ഫ്രം യൂസർ വേർ യൂസർ നെയിം ഈക്വൽ ടു അഡ്മിൻ ആൻഡ് പാസ്വേഡ് ഈക്വൽ ടു പാസ്വേഡ് എന്നാവും. ഇനി നമ്മൾ കൊടുക്കുന്ന വാല്യൂ സിംഗിൾ കോട്ടിന്റെ ഉള്ളിലായിരിക്കും എഴുതുക. അതൊരു സ്ട്രിംഗ് ആയി കൺസിഡർ ചെയ്യാനാണ് ഇത് സിംഗിൾ കോട്ടിന്റെ ഉള്ളിൽ എഴുതുന്നത്. അതായത് ഒരു ടെക്സ്റ്റ് വാല്യൂ. ഇതിനെ ഡാറ്റാബേസ് ജസ്റ്റ് ഒരു ഡാറ്റ ഒരു വാല്യൂ ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഇനി അഡ്മിൻ സിംഗിൾ കോട്ട് ഓർ 1=1 ഇങ്ങനെ കൊടുത്താൽ ഈ ക്വറി സെലക്ട് സ്റ്റാർ ഫ്രം യൂസർ വേർ യൂസർ നെയിം ആ വാല്യൂ യൂസർ നെയിമിന്റെ വാല്യൂ അഡ്മിൻ അപ്പോസ്ട്രോഫി ഓർ 1=1 ആൻഡ് പാസ്വേഡ് ഈക്വൽ ടു പാസ്വേഡ് എന്നാവും. ഇതിനെങ്ങനെ പ്രോസസ് ചെയ്യുക വെച്ചാൽ ഇവിടെ ഫസ്റ്റ് എപ്പോഴും ആൻഡ് ഓപ്പറേറ്റർ ആയിരിക്കും ഫസ്റ്റ് പ്രോസസ് ചെയ്യുക ഓറിന് മുമ്പ്. അതായത് ഈ യൂസർ നെയിമും പാസ്വേഡും ഫസ്റ്റ് കമ്പയർ ചെയ്യും. കാരണം ഇതിന്റെ ഓർഡർ എങ്ങനെയാണ്, ഫസ്റ്റ് നോട്ട് ഓപ്പറേറ്റർ, പിന്നെ ആൻഡ്, ലാസ്റ്റ് ആണ് ഓർ ഓപ്പറേറ്റർ പ്രോസസ് ആകുക. ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു യൂസർ നെയിമോ പാസ്വേഡോ ഉണ്ടോ എന്ന് അറിയില്ല ഡാറ്റാബേസിൽ. അങ്ങനെ ഒരു പാസ്വേഡ് ഇല്ലെങ്കിൽ അത് ഫെയിൽ ആയിരിക്കും. ജസ്റ്റ് ഒരു റാൻഡം വാല്യൂ ആയിരുന്നു നമ്മൾ കൊടുത്തത്. ആൻഡ് ഓപ്പറേറ്ററിന്റെ കേസ് ആണെങ്കിൽ ആൻഡ് ഓപ്പറേറ്ററിൽ ലെഫ്റ്റ് സൈഡുള്ള വാല്യൂയും റൈറ്റ് സൈഡുള്ള വാല്യൂയും ട്രൂ ആയിരിക്കണം. എന്നാലേ ഇതിന്റെ വാല്യൂ ഒരു ഔട്ട്പുട്ട് ട്രൂ ആവുള്ളൂ. ഇവിടെ പാസ്വേഡ് യൂസർ നെയിം രണ്ടും കമ്പയർ ചെയ്ത് ട്രൂ ആവണം. അതുകൊണ്ടാണ് ഇവിടെ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഓർ ഓപ്പറേറ്റർ ആണ്. ഇത് നമ്മൾ കൊടുത്ത ഒരു വാല്യൂ ആണ്. ഓർ ഓപ്പറേറ്ററിന് ഏതെങ്കിലും ഒരു വാല്യൂ ട്രൂ ആയാൽ മതി. ഒന്നില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലത്തെ ട്രൂ ആവണം, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലത്തെ ട്രൂ ആവണം. ഇവിടെ 1=1 ട്രൂ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ആക്സസ് കിട്ടും. കാരണം ഒരു വാല്യൂ ട്രൂ ആയി. 1=1 എപ്പോഴും ട്രൂ ആയിരിക്കും. ഈ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രോസസ്സ് ചെയ്യുന്ന രീതിയിൽ മാറ്റമുണ്ട്. സിമ്പിളായി മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. പക്ഷെ എപ്പോഴും ആൻഡ് ഓപ്പറേറ്റർ ആയിരിക്കും ഫസ്റ്റ് പ്രോസസ്സ് ചെയ്യുക, എന്നിട്ടേ ഓർ ഓപ്പറേറ്റർ വരുവുള്ളൂ. അതാണ് ഇതിന്റെ പ്രോപ്പർ ഓർഡറിങ്. അത് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ മാത്രമല്ല ഇതിന് ലോഗിൻ ബൈപ്പാസ് ചെയ്ത് ആക്സസ് കിട്ടുക. വേറൊരു രീതിയും SQL വൾനറബിലിറ്റി ഉണ്ടെങ്കിൽ അതുവഴി ആക്സസ് കിട്ടും. വേറെ വഴി എന്ന് വെച്ചാൽ
ഈ ലോഗിനിൽ അഡ്മിൻ എന്ന് കൊടുത്ത് ഒരു സിംഗിൾ കോട്ട് കൊടുക്കുക, എന്നിട്ട് ഡബിൾ ഹൈഫൺ കൊടുത്തു വെച്ചാൽ എന്തെങ്കിലും ഒരു റാൻഡം പാസ്വേഡും കൊടുക്കുക. ഇവിടെ പാസ്വേഡ് കൊടുക്കേണ്ടത് മാൻഡറ്ററി ആണ് ഈ ലോഗിൻ പേജിൽ, അതുകൊണ്ട് എന്തെങ്കിലും റാൻഡം പാസ്വേഡും കൊടുക്കുക. ഇങ്ങനെ കൊടുത്താലും ഇതിൽ ലോഗിൻ ബൈപ്പാസ് ചെയ്ത് അഡ്മിൻ ആക്സസ് കിട്ടും. ഇവിടെ ഡബിൾ ഹൈഫൺ യൂസ് ചെയ്യുന്നത് കമന്റ് ഇടാനാണ്, ഹാഷോ അല്ലെങ്കിൽ ഡബിൾ ഹൈഫണോ യൂസ് ചെയ്യുന്നത് കമന്റ് ഇടാനാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം ഇഗ്നോർ ചെയ്യും. അതായത് ഇതിന്റെ പാസ്വേഡ് ഫീൽഡ് അത് ഇഗ്നോർ ചെയ്യും. അതിനുശേഷം പാസ്വേഡ് റോങ് ആണോ റൈറ്റ് ആണോ എന്നൊന്നും ഇത് നോക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ ആക്സസ് കിട്ടിയത്.